ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും കുറച്ചു മുൻപേ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗാർഡൻ ഏരിയയിൽ ഒരു ടാർപ്പായി വിരിച്ച് അതിൽ കുറേ മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് അംഗങ്ങളെ 2 ടീമായി തിരിച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് കൊടികളും അവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൊടികൾ കുത്തുന്ന ടീമായിരിക്കും വിജയിക്കുക. എതിർ ടീം കുത്തുന്ന കൊടികളൊക്കെ നശിപ്പിക്കുകയും ചെയ്യാം. അത്യാവശ്യം ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നല്ലൊരു ഫിസിക്കൽ അറ്റാക്ക് തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും മാക്സിമം നന്നായി തന്നെ കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹെൽത്തിനെ പറ്റിയൊന്നും ചിന്തിക്കാതെയാണ് കളിക്കുന്നത്. പിന്നെ രേണുവിനറിയാം, രേണു അതിനിടയിലേക്ക് പോയാലുള്ള അവസ്ഥ പണി കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ രേണു അധികം റിസ്ക് ഒന്നും എടുക്കുന്നില്ല. പിന്നെ ജിസേലൊക്കെ ചത്ത് കിടന്നാണ് കളിക്കുന്നത്. ഏതായാലും ഭയങ്കരമായിട്ടുള്ള ഇവരുടെ ഫിസിക്കൽ അറ്റാക്ക് കണ്ടിട്ട് ചിലർ മനഃപൂർവ്വം തന്നെ ഇടിക്കുന്നുമുണ്ട്. ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് ബിഗ് ബോസ് കളി നിർത്താനായിട്ട് ബസർ അടിക്കുന്നുണ്ട്. ആരും അതൊന്നും കേൾക്കുന്നില്ല. ഒരുപാട് തവണ ബസർ ശബ്ദം അടിച്ചു. ഒടുവിൽ ബിഗ് ബോസ് ആര്യനോട് കൺസെഷൻ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. മറ്റുള്ളവരോടൊക്കെ ലിവിംഗ് റൂമിൽ പോയിട്ട് ഇരിക്കാനും പറയുന്നുണ്ട്. ഏതായാലും ആര്യൻ കൺസെഷൻ റൂമിലേക്ക് പോകുന്നത് തന്നെ വേച്ചാണ്. നടത്തം കണ്ടാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന്. പിന്നെ ഷാനവാസിൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്. അക്ബറിന്, ശരത്തിനും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ ബിഗ് ബോസ് മെഡിക്കൽ റൂമിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് ഇത്ര വലിയ ഒരു പ്രശ്നത്തിലാകുമെന്ന് ബിഗ് ബോസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ബിഗ് ബോസ് 7ൻ്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ബിഗ് ബോസിന് തന്നെയാണ് 7ൻ്റെ പണി കിട്ടുന്നത്. നൂറയ്ക്ക്, ബിന്നിക്ക്, റന്നയ്ക്ക് ഒക്കെ അടി കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇവരൊക്കെ കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനായി കളിക്കുന്നത് പോലെയുണ്ട്. ഒണിയലൊക്കെ ഒരു ഗുണ്ടേ പോലെയാണ് കളിച്ചത്. ശരിക്കും നല്ല ക്വാളിറ്റിയോടെ കളിച്ചത് അനീഷാണ് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.